താങ്ക് യു എവരിവൺ. ഞാൻ ഇന്നലെ ത്രിയേക ദൈവത്തെക്കുറിച്ചും തൃത്വ ആരാധനയെക്കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം കമൻറ്റുകൾ ആ വീഡിയോയുടെ കീഴെ വന്നു. അതിൽ പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാരും വിശ്വാസികളുമായി ചിലർ കുറച്ചല്ലാത്ത നീരസം പ്രകടിപ്പിച്ചു. അപ്പം ഒരാൾ എഴുതിയൊരു കമൻറ്റ് ഇങ്ങനെയാണ്: അർത്ഥമില്ലാതെ ജൽപ്പനം, എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ ആവർത്തിക്കുന്നതിലും അതിലെന്താണ് അർത്ഥം? അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണ എന്നെയും ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സുറിയാനി സഭകളിലെ പ്രാർത്ഥനകൾ അത് പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുകയാണ്. ആരോ എന്നോ എവിടെയോ എഴുതി വെച്ച കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ പറയുന്നു. അത് തെറ്റാണ്. പിന്നെ എന്താണ് നല്ലത്? നല്ല പ്രാർത്ഥന. നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് പ്രയർ. അപ്പൊ അതാണ് നല്ല പ്രാർത്ഥന. അതുകൊണ്ട് സ്വയം പ്രേരിത പ്രാർത്ഥന ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല. അപ്പൊ ഈ ആശയം എവിടെ നിന്നാണ് വന്നത്? പ്രാർത്ഥന എഴുതി വെക്കാൻ പാടില്ല എന്ന് ബൈബിളിലുണ്ടോ? ഇപ്പം നമ്മൾ പലപ്പോഴും എഴുതി വെച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കാറുണ്ട്, അത് തെറ്റാണെന്ന് പറയാറുണ്ട്. എന്നാൽ അതിന് ബൈബിളിൽ എന്താണ് ആധാരമായിട്ടുള്ളത്? നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ബൈബിളിൽ തന്നെ ധാരാളം പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിൽ നല്ലൊരു ഭാഗവും പ്രാർത്ഥനകളാണ്. ഇപ്പം എഴുതി വെച്ച പ്രാർത്ഥനകൾ ശരിയാണോ തെറ്റാണോ? പല കാര്യങ്ങളിലും നമ്മൾ പഠിച്ചതുപോലെ ക്രിസ്തീയ സഭ ഒരു ജൂവിഷ് ബാക്ക്ഡ്രോപ്പിൽ വേണം നമ്മൾ കാണുവാൻ. യഹൂദ പശ്ചാത്തലത്തിലാണ് ക്രിസ്ത്യാനിറ്റി ഉളവായി വരുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു പുതിയ സംഭവമായിട്ട് അങ്ങ് തുടങ്ങുകയല്ല. ചർച്ച്, സഭ എന്ന് പറഞ്ഞാൽ പഴയ നിയമസഭയുടെ തുടർച്ചയാണ്. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടോ ഒന്നല്ല. അതേക്കുറിച്ച് നമ്മൾ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നത്. സഭയെന്നാൽ ഒരൊറ്റ സഭയേ ഉള്ളൂ. ആദ്യം മുതൽ ദൈവത്തിൻ്റെ സഭയാണത്. ദൈവത്തിൻ്റെ സഭ. മണവാട്ടി സഭ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇത് പഴയ നിയമത്തിൽ തന്നെ സൃഷ്ടാവല്ലോ നിന്റെ ഭർത്താവ്. അപ്പോൾ മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ ഇസ്രായേലിൽ ദൈവം സന്തോഷിക്കുകയാണ്. അപ്പം മരുഭൂമിയിലെ ദൈവസഭയാണ്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ക്രിസ്ത്യൻ ചർച്ച് വരുന്നത്. നമ്മൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം ദൈവത്തിനൊരു തോട്ടമാണുള്ളത്. ആ തോട്ടത്തിലേക്ക് തൻ്റെ ദാസന്മാരെ അയച്ചു. ഏറ്റവും അവസാനമായി പുത്രനെ അയച്ചു. അപ്പം ദൈവത്തിൻ്റെ തോട്ടം, സഭ ദൈവത്തിൻ്റെ തോട്ടമാണ്, ദൈവത്തിൻ്റെ കൃഷിയാണ്. നമ്മളാണ് ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ഇതെല്ലാം തിരുവെഴുത്ത് പറയുന്നതാണ്. അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവുമായി നമ്മൾ കരുതുന്ന തരത്തിലുള്ള വ്യത്യാസം ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു യഹൂദനായിട്ട് ഈ ഭൂമിയിൽ 3.5 വർഷം ജീവിച്ചു. അപ്പം യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് പ്രാർത്ഥനകൾ അവരെങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്? സ്വയം പ്രേരിത പ്രാർത്ഥനയായിരുന്നു, അതായത് സ്പോണ്ടേനിയസ് പ്രയർ ആയിരുന്നു. അത് ഓരോരുത്തരും വന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ആയിരുന്നു. വ്യക്തിപരമായി നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പ് മുമ്പിൽ വരുന്നു. പാമ്പ് മുമ്പിൽ വന്നാൽ ഉടനെ അവിടെ നിന്ന് ശുഭഹോല പോലെ ബുറുവൽ റൂഹോ കാദീശോ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പ്രാർത്ഥിക്കും. ഒരു പാമ്പ് മുന്നിൽ വരുമ്പം അയ്യോ പാമ്പെന്ന് പറയാനാണ് പ്രാർത്ഥന. അതിഭക്തരായിരിക്കുന്ന അത്ര തീവ്ര ഭക്തിയുള്ള ചില ആളുകളാണ് ക്രൈസ്തവരോടെന്ന് പറയായിരിക്കും. അപ്പൊ ഇതാണ് പ്രാർത്ഥന. ഞാൻ പറയുന്നത്
സഭയുടെ പ്രാർത്ഥനകളെ കുറിച്ചാണ്. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകൾ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ്. എഴുതി വെച്ച പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. അവരുടെ പ്രാർത്ഥനയിലെ ഏറ്റവും മുഖ്യ ഭാഗം ക്ഷേമ പ്രയർ എന്ന് പറയുന്നത്. ഹിയറോ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക, ചെവി ചായ്ക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവുന്നു. ആവർത്തന പുസ്തകം 6 ആണ് ക്ഷേമ പ്രയർ. ക്ഷമ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനമാണ്, അഥവാ ക്രീഡാണ്, ക്രീഡൽ പ്രയർ ആണ്. ഇപ്പൊ യഹൂദന്റെ ക്ഷേമയ്ക്ക് തുല്യമായി ക്രിസ്തീയ സഭയ്ക്കുള്ള പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും, അങ്ങനെ തുടങ്ങിയ ആ പ്രാർത്ഥന. പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നു, ആമേൻ എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിന് മാറ്റമില്ലാതെ അത് തന്നെയാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. ആ പ്രാർത്ഥന അങ്ങനെയാണ് ചെയ്യേണ്ടത്. ജൂവിഷ് പാരമ്പര്യമാണ്, യഹൂദ പാരമ്പര്യമാണ്, യഹൂദന്മാരുടെ പതിവാണ്. ക്ഷേമായിക്ക് മാറ്റമില്ല. അതുപോലെ ക്രിസ്ത്യൻ ചർച്ച് ക്രീഡിന് വ്യത്യാസമില്ല. പിന്നെയുള്ള യഹൂദന്മാർക്ക് മോർണിംഗ് പ്രയർ, ഷഹാരിറ്റ് മോർണിംഗ് പ്രയർ. പിന്നെ ഉച്ചക്കത്തെ പ്രാർത്ഥനയാണ് മിന്ന എന്ന് പറഞ്ഞ പ്രാർത്ഥന, ഉച്ചക്കത്തെ പ്രാർത്ഥന. പിന്നെ അവർക്ക് വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥന മാറിയു എന്ന് പറയും, അല്ലെങ്കിൽ ആർബിത്ത് എന്ന് പറയും. ആർബിത്ത്. പിന്നെയുള്ള അഡീഷണൽ പ്രയർ ആണ്. അഡീഷണൽ പ്രയർ അതിന് മുസാഫ് എന്ന് പറയും. മുസാഫ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇതെല്ലാം ഒരു മുസ്ലിം പേര് പോലെയൊക്കെ തോന്നും. കാരണം ഈ അറബി ഭാഷയും എബ്രായ ഭാഷയുമായിട്ട് ഒരേ സ്ഥലത്തുള്ള സെമിറ്റിക് ലാംഗ്വേജുകളാണ്, അതുകൊണ്ട് കണക്ഷൻ ഉണ്ട്. അത് തന്നെയല്ല, ഒരുപാട് ജൂവിഷ് പാരമ്പര്യങ്ങൾ അതേപടി പകർത്തിയിട്ടുണ്ട് മുസ്ലിങ്ങൾ അവരുടെ പ്രാർത്ഥനാ രീതികളിലും എല്ലാം. ഈ മുസ്ലിങ്ങൾ വാങ്ങി വിളിക്കുന്നത് യഹൂദന്മാരുടെ പതിവാണ്. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രയർ കോളാണ്, അത് അതേപടി പകർത്തി വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ വരികളല്ല, ആ ശൈലിയും രീതിയും ഒക്കെ അതൊക്കെ ഒരേ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് തന്നെ വന്ന മതമായതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഈ അഡീഷണൽ പ്രയർ മുസാഫ് എന്ന് പറഞ്ഞാൽ ശബത്തുകളിലും പ്രത്യേക ദിവസങ്ങളിലും ഉള്ള പ്രാർത്ഥനയാണ് മുസാഫ് എന്ന് പറഞ്ഞാൽ. സാധാരണ ദിവസങ്ങളിൽ ഈ 3 നേരത്തെ പ്രാർത്ഥനയുള്ള, സാധാരണ ദിവസങ്ങളിൽ ഷക്കാരിറ്റ്, മിന്ന, ആർബിത്ത് എന്ന് പറഞ്ഞ് 3 പ്രയറാണ് യഹൂദന്മാർ നടത്തുന്നത്. അതിനകത്ത് പിന്നെ ഇവരുടെ ഈ ബെനഡിക്ഷൻ ഉണ്ട്, ആശീർവാദം എന്ന് നമ്മൾ പറയും, ബറക്കുത്ത് എന്ന് പറയും. അപ്പം അത് നമ്മൾ മലയാളത്തിൽ വാക്കുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ബർക്കത്ത്. ഒരു ബർക്കത്തും ഇല്ലല്ലോ നിന്നെ കാണാനൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. പക്ഷെ ആ ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെനഡിക്ഷനാണ്. അത് മുസ്ലിങ്ങളുടെ എന്ന് പറഞ്ഞാൽ മലബാർ ഭാഗത്തു നിന്ന് മലയാളത്തിലോട്ട് കയറിയൊരു വാക്കാണ്. പക്ഷെ അതിൻ്റെ റൂട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ബറാക്കൊത്ത് എന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാരുടെ ബെനഡിക്ഷനാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് പൊതുവെ തെഫീല എന്ന് പറയും, അല്ലെങ്കിൽ അമീദ എന്ന് ചില ആളുകൾ പറയും. ഇപ്പൊ തെഫീല, ജൂവിഷ് തെഫീല, ഇത് മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഈ ബുക്ക് ഓഫ് സോഹാർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. സോഹാർ എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ എല്ലാ കാര്യങ്ങളും ഉള്ളൊരു ബുക്കാണ്. ഏകദേശം 34,000 പേജുണ്ട്, 34,000. അപ്പം അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇതാണ് അവരുടെ ഒരു അനുദിന പ്രാർത്ഥനയുടെ മാതൃക. ഒരു ദിവസം 3 നേരത്തെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു 19 പ്രയർ അതിനകത്തുണ്ട്. 18 എന്നാണ് പറയുന്നതെങ്കിലും 19 പ്രയർ ഉണ്ട്. ആദ്യം 3 സ്തുതികളാണ്, പ്രൈസ്, 3 ബ്ലെസ്സിങ്സ് ഓഫ് പ്രൈസ്, സ്തുതികൾ. അപ്പൊ എല്ലാ പ്രാർത്ഥനയ്ക്കും ആദ്യം ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല ചുമ്മാ നമ്മുടെ കാര്യങ്ങൾ പറയുകയല്ല, സ്തുതിപ്പാണ് പ്രധാനം. അതുകൊണ്ട് അവർ ആദ്യം സ്തുതിക്കും. നമുക്കൊരു സ്തുതിപ്പ് വേണമെങ്കിൽ കേൾക്കാം. ഈ യാക്കോബായക്കാരുടെ ഒരു സ്തുതിപ്പ്, ദൈവത്തെ എങ്ങനെയാ സ്തുതിക്കുന്നത്, ഒരു സാമ്പിളായിട്ട്. പ്രധാന മാലാഖമാർ, ഈശേൽ, ഹോസേന്മാർ, സുൽത്താൻ
ദേവന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാകിൻ കണ്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അല്ലെ, നമ്മൾ ഈ തുടങ്ങുമ്പോഴേ കർത്താവേ അന്നാമ്മയുടെ കാലിൻ്റെ നീര് മാറ്റണേ എന്ന് ഇരുന്ന് പറയുന്ന ആ ഒരു ഇതല്ല, അത് സ്പോണ്ടേനിയസ് പ്രെയർ ആണല്ലോ. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് പ്രെയർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഈ യഹൂദന്മാരുടെ പ്രാർത്ഥനയെ പറ്റി പറയാം. അപ്പോൾ അവരാദ്യം 3 പ്രാർത്ഥന സ്തുതിപ്പാണ്, ദൈവത്തെ സ്തുതിക്കുന്ന പ്രൈസാണ്. പിന്നെയുള്ള 13 പെറ്റീഷൻസ് ആണ്, അപേക്ഷകളാണ്. അപ്പോൾ 3 സ്തുതിപ്പുകൾക്ക് അവർ ഷെബാഹീം എന്ന് പറയും. പിന്നെയുള്ളത് ബക്കാസോത്ത് എന്ന് പറഞ്ഞാണ് അവരുടെ അപേക്ഷകളാണ്. പിന്നെ ഹോദാവോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഷനാണ്, ഉപസംഹാര പ്രാർത്ഥനയാണ്, കൃതജ്ഞതാ സ്തോത്രങ്ങൾ. അപ്പോൾ ആദ്യം സ്തുതിപ്പ്, പിന്നെ അപേക്ഷ, പിന്നെ നന്ദി, സ്തോത്രം ചെയ്യുക. അപ്പോൾ സ്തുതി, അപേക്ഷ, സ്തോത്രം, ഇതായിരുന്നു യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ ഒരു ഫോർമാറ്റ്. ഏകദേശം അതേ ഫോർമാറ്റാണ് ക്രിസ്ത്യൻ പ്രയറുകളിലെല്ലാം നമ്മൾ കാണുന്നത്. ആദിമ സഭയുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കാണുന്നത്. ഒക്കെ നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ഈ ബൈബിൾ മാത്രം ഉള്ള പ്രശ്നമാണ്. ഈ ബൈബിൾ മാത്രം ഇങ്ങനെ എടുത്തോണ്ട് ഇതൊരു കാര്യം കട്ടോണ്ട് പോകുന്ന പോലെയാണ്, മോഷ്ടിച്ചോണ്ട് പോകുന്നു. ബൈബിൾ മോഷ്ടിച്ചോണ്ട് വന്ന് സഭ തുടങ്ങി, അതാണ് ഈ പ്രശ്നം. ഇത് ബൈബിൾ മോഷ്ടിച്ചോണ്ട് വന്നിട്ട് ഇതിനകത്ത് നോക്കുക, അതിനകത്ത് കാണുന്നില്ലല്ലോ, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈബിളെ നമുക്ക് മോഷ്ടിക്കാൻ പറ്റുള്ളൂ, പാരമ്പര്യം മോഷ്ടിക്കാൻ പറ്റിയില്ല. അതാണ് ഈ പ്രശ്നം. അപ്പം അതിനകത്ത് ഉണ്ടോ, ഇതിനകത്തുണ്ടോ, ഇതിനകത്തെല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി. അപ്പം യഹൂദന്മാരുടെ പ്രാർത്ഥനകൾ നല്ല പരിചയമുള്ള ആളുകളാണ് ഈ ആദിമസഭയിൽ വന്നത്. അപ്പം അവരിങ്ങനെ 3 പ്രയറുകൾ, ഈ 19 പ്രയറുള്ള പ്രാർത്ഥനയാണ്. അപ്പം അതിൽ ഷക്കാരിറ്റ് എന്ന് പറയുന്ന മോർണിംഗ് പ്രയർ ഉണ്ട്. അത് രാവിലത്തെ യാഗത്തോടനുബന്ധിച്ചാണ് അവരത് ചൊല്ലുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന എപ്പോഴാണ്? രാവിലെ 9 മണിക്ക്. രാവിലെ 9 മണിക്ക് ഷക്കാരിറ്റിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാത നമസ്കാരത്തിന്റെ പ്രാർത്ഥന യെരുശലേം ദൈവാലയത്തിൽ പുരോഹിതന്മാർ ഒരുമിച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലുന്ന കൃത്യസമയത്താണ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കുരിശ് ഉയർത്തപ്പെടുന്നത്. നിങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകണം. അവരപ്പോൾ എന്താണ് അവിടെ ചൊല്ലിക്കൊണ്ടിരുന്നതെന്ന് നമ്മൾ വായിച്ചാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും. അത്ര ഭയങ്കരമായി ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ബലിയെ ഞങ്ങൾ അണയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഈ യെരുശലേം ദേവാലയത്തിൽ പുരോഹിതന്മാർ ഒരുമിച്ച് ചൊല്ലുന്ന കൃത്യസമയത്താണ് കർത്താവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെടുന്നത്. ഇതെല്ലാം ഇറ്റ്സ് വെരി മച്ച് കണക്റ്റഡ്. അപ്പം അല്ലാതെ ആ സമയത്ത് നിന്ന് വെച്ചാൽ അവിടെ അവർ തോന്നിയ അവർ ശാസിക്കുകയും ബത്സിക്കുകയും അന്നാമ്മയുടെ കാലിൻ്റെ നീര് മാറ്റുമൊന്നുമല്ല. ഇത് ദൈവിക നിയമങ്ങളാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ പല ടൈപ്പ് പ്രാർത്ഥന ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി സുറിയാനിക്കാരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകം നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ എല്ലാം ഒന്നും പിടികിട്ടത്തില്ലായിരിക്കും. പുതുതായിട്ടൊരാൾ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണും കോലോകൾ, ബോവൂസോ, കൗമാകൾ, കുക്കിലിയോനുകൾ, പ്രുമിയോൻ, സെതറ, കോലോ, കുക്കിലിയോൻ, എനിയോന, പിന്നെ മിമ്ര, എക്മോ, ഇങ്ങനെയെല്ലാം കാണാം, ലുത്തിനിയ. അപ്പം ഇതെല്ലാം പല ടൈപ്പ് പ്രയറുകളാണ്. പല ടൈപ്പ്, എല്ലാം ഒരു ടൈപ്പ് അല്ല. പ്രയറുകൾക്ക് പല പല ഉദ്ദേശങ്ങളുണ്ട്, പല തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എബ്രായ ലേഖനം 13:7 വായിക്കുമ്പം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അപ്പൊ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അതാരെയാണ് ഓർക്കേണ്ടത്? അവരുടെ ജീവാവസാനം ഓർത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെയാണ്. വളരെ കൃത്യമാണ്. ജീവാവസാനമൊക്കെ ഓർക്കണമെങ്കിൽ മരിക്കണമല്ലോ. അപ്പം മരിച്ചുപോയ
സഭാ നേതൃത്വത്തെ അനുസ്മരിക്കണം. അപ്പൊ നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കണം. അപ്പൊ അങ്ങനെ ഓർക്കുന്ന ഒരു പ്രയറാണ് ഇപ്പൊ ഈ കുക്കിലിയോൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. കുറെ കുക്കിലിയോനുകൾ കാണാൻ പറ്റും. ഇപ്പൊ ഈ യാക്കോബക്കാരുടെ പ്രാർത്ഥന നോക്കിക്കഴിഞ്ഞാൽ, തിരുസുതരായി വരുവാൻ നമ്മെ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതന്മാരെ കുർബാനയിൽ ഓർക്കേണം. കണ്ടോ? അപ്പൊ അത് തെറ്റല്ലേ? പൈശാചികമല്ലേ? അപ്പൊ അവരെ എങ്ങനെയാ ഈ കുർബാനയിൽ ഓർക്കുന്നേ? ഓർക്കാൻ പാടില്ല. പക്ഷെ ഓർക്കണം എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ പറഞ്ഞില്ലേലും ആ സഭ അത് ഓർക്കും. കാരണം ആ സഭയുടെ പ്രാർത്ഥനകളിൽ നിന്ന് ഫുൾ ബൈബിള് റിട്രീവ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ പ്രതികളും നഷ്ടപ്പെട്ടു പോയാലും യാക്കോബായക്കാരുടെ പ്രാർത്ഥനകൾ മാത്രമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകളിൽ നിന്ന് മുഴുവൻ ബൈബിളും തിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ബൈബിൾ മുഴുവൻ ആ പ്രാർത്ഥനകളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, തുന്നിച്ചേർത്ത് വെച്ചിട്ടുണ്ട് മുഴുവൻ തിരുവെഴുത്തുകൾ. അത്രമാത്രം ശ്രേഷ്ഠമായിട്ടാണ് ആ പ്രാർത്ഥനകൾ പോകുന്നത്. അതുകൊണ്ട് ഓരോ പ്രാർത്ഥനകൾ ഇപ്പം പ്രുമിയോൻ, നിങ്ങൾ എവിടെയെങ്കിലും ബുക്ക് സ്റ്റോളിൽ പോയി പ്രുമിയോനുകളുടെ ബുക്ക് കിട്ടും. പ്രുമിയോനുകളുടെ ബുക്ക് മേടിക്കാൻ സെതറാകളും പ്രുമിയോനുകളും ഒക്കെ വായിച്ചു നോക്കുക. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകളാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ആദിമ സഭ ഓരോ പ്രാവശ്യവും കൂടി വരുമ്പോൾ അവർ കർത്താവിന്റെ മേശ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അവരത് അനുഷ്ഠിച്ചിരുന്ന, അതായിരുന്നു അവരുടെ ഏറ്റവും സെൻട്രൽ പോയിന്റ് ഓഫ് അട്രാക്ഷൻ. അവരുടെ കൂടിവരവിന്റെ മുഖ്യ ഉദ്ദേശം അതാണ്. അപ്പം നുറുക്കാൻ കൂടി വന്നു എന്നാ പറയുന്നത്. എന്തിനു കൂടി വന്നു? അപ്പം നുറുക്കാൻ കൂടി വന്നു എന്നൊരു ഭാഷയാണ്. കുർബാന അർപ്പിക്കാൻ ഒരു കൂടി വന്നു, അല്ല മറ്റൊന്നിനല്ല ഒരു കൂടി വരുന്നു. അപ്പൊ അവന്റെ ഏറ്റവും പ്രധാന കാര്യം അതാ. അപ്പൊ അവർ വന്നു കഴിയുമ്പോൾ അന്നത്തെ പ്രാർത്ഥന 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവർക്കൊരു ക്രമം ഉണ്ടായിരുന്നു. അല്ലെ, ക്രമം കെട്ട് നടക്കുന്നവരിൽ നിന്ന് അകന്നുകൊള്ളി എന്നാണ് തിരുവെഴുത്തിൽ തന്നെ. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവർക്കുണ്ടായിരുന്ന ക്രമം, അവരാദ്യം ദൈവത്തെ സ്തുതിക്കും, ഷോർട്ട് പ്രയർ നടത്തും, പിന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താമെന്ന് അധ്യക്ഷൻ പറയും. അപ്പൊ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹൃദയങ്ങളും ബോധങ്ങളും വിചാരങ്ങളും മേലി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ തന്നെ ഇരിക്കുന്നു പ്രതിവാക്യമാണ്. അപ്പൊ പിന്നീട് പ്രാർത്ഥിക്കും. ദീർഘമായ പ്രാർത്ഥനയാണ്. ദീർഘമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനുള്ള അവസരം അക്കാലത്ത് പ്രവാചകന്മാർക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിൽ നിറഞ്ഞിരുന്ന പ്രവാചകന്മാർ അവരാണ് പ്രാർത്ഥിച്ചിരുന്നത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവശാസ്ത്രം, ദൈവത്തിനുള്ള സ്തുതി ഇതെല്ലാം ഉൾപ്പെടുത്തി ഹോളി സ്പിരിറ്റിനാൽ പ്രേരിതരായ പ്രാർത്ഥനകളായിരുന്നു. ഇവരിത് പ്രാർത്ഥിക്കുമ്പം ബാക്കിയുള്ള വിശ്വാസികളെല്ലാം മൊബൈൽ ഫോൺ എടുത്തു വെച്ച് ടെക്സ്റ്റ് വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചാറ്റ് ചെയ്ത് ഒക്കെ ഇരിക്കുമായിരുന്നു. ഇവരിങ്ങനെ അങ്ങനെയല്ലായിരുന്നു. മനസ്സിലായോ? അവരെല്ലാം വളരെ അറ്റൻറ്റീവായിട്ട്. അന്നത്തെ കാലത്തെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഈ ഓർത്തു വെക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കാരണം ഈ സീരിയലിലെ മറ്റേ അമ്മണിയുടെ കാര്യം എന്തായെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സീരിയലൊന്നുമില്ല. അവർക്ക് ഇതേ ഉള്ളൂ, അൺഡിവൈഡഡ് കോൺസെൻട്രേഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ മുഴുവൻ ഓരോ പ്രവാചകന്മാരും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ മുഴുവൻ അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ മനസ്സിൽ രേഖപ്പെടുത്തിയവരുണ്ട്, അവർ ചുരുളുകളിൽ രേഖപ്പെടുത്തിയവരുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനകളെല്ലാം സഭയുടെ പൊതുസമ്പത്തായി മാറി. പൊതുസമ്പത്ത്. അപ്പൊ ആയിരക്കണക്കിന് പ്രാർത്ഥനകളാണ്. അതെല്ലാം അതുല്യമായിരിക്കുന്ന, അനുപമമായിരിക്കുന്ന, അഗാധമായിരിക്കുന്ന ദൈവശാസ്ത്ര വിജ്ഞാനീയത്തിന്റെ പവിഴമണികളായിട്ട് ഇങ്ങനെ പ്രാർത്ഥനകളുടെ ശേഖരമുണ്ടായി. പിന്നീടാണ് ദൈവശാസ്ത്ര സംബന്ധമായി ഹെരസികൾ ഉണ്ടാകുന്നുണ്ട്, അതായത് ദുരുപദേശങ്ങൾ. അപ്പൊ ദുരുപദേശങ്ങൾക്കെതിരെ ദൈവദാസന്മാർ എഴുന്നേൽക്കുന്നുണ്ട്. അത്താനാസിയസിനെ പോലെയും ഗ്രിഗോറിയസിനെ പോലെയും ഒക്കെയുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ. ഇതൊക്കെ ആരാന്ന് ചോദിക്കുക? ഇതൊക്കെയാണ് ആദിമ സഭാപിതാക്കന്മാർ. അപ്പൊ അവരൊക്കെ എഴുന്നേൽക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ആ ഉപദേശങ്ങളെ മാറ്റി സഭയിൽ കൃത്യമായ ഉപദേശം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി സഭാ കൗൺസിലുകൾ വിളിച്ചു കൂട്ടുകയും ചെയ്തു. അതാണ് ആദിമ സുന്നകദോസുകൾ. അങ്ങനെ സുന്നകദോസുകൾ കൂടുകയും ഉപദേശങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും വ്യക്തമായി നിർവചിക്കപ്പെടുകയും എല്ലാം ചെയ്തപ്പോൾ സഭയുടെ ഉപദേശത്തിൽ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകളെ കമ്പൈൽ ചെയ്തു.
ഇപ്പൊ തിയോളജിക്കലി കറക്റ്റ് ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ചിലരിന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവേ അപ്പച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ട്. യേശുവേ അപ്പച്ച എന്ന് വിളിക്കുന്നത് കർത്താവിനെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കും. ഞാനെന്ന അപ്പച്ചനായ പെന്തക്കോസ്തുകാരുടെ ഒരു പരിപാടിയാ യേശു അപ്പച്ചൻ, യേശു അപ്പച്ചൻ, യേശു അപ്പച്ചാ. ഇപ്പൊ കർത്താവിന് തന്നെ ഒരു ജാള്യതയാണ്. കർത്താവൊന്നും ഇല്ല അവിടെ ഒന്നും, അത് വേറൊരു കാര്യം. ഇന്നലെ ഞാൻ പറഞ്ഞു അവിടെയൊന്നും ഇല്ലെന്ന്. കാരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. പിന്നെ പറയാണ് നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും, നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും ആയവൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. അപ്പൊ ആ സമയത്ത് നിന്ന് കർത്താവ് യേശുവെ അപ്പച്ച എന്നൊക്കെ വിളിക്കുന്നു. നിങ്ങൾ ഈ യാക്കോബായക്കാരുടെ പ്രാർത്ഥന എടുത്തു നോക്കുക, അതിനകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് യേശു അപ്പച്ച എന്ന് വിളിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ ബോധം ജ്ഞാനങ്ങളുടെ ഉറവിയായി തീരുവാനും പുതിയ ലോകത്തിലെ രഹസ്യങ്ങൾ അതിന് വെളിപ്പെടുവാനും എന്നെ യോഗ്യനാക്കണമേ. പിതാവിന്റെ പുത്രനും തന്റെ നിത്യതയുടെ കതിരുമായവനെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു, നിന്റെ പരിശുദ്ധന്മാരുടെ ആത്മാക്കളിൽ ജലിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിൽ നിന്നും മമതയിൽ നിന്നും എന്നെ നീ വിരോധിക്കരുതേ. കണ്ട ഒരു പ്രാർത്ഥന. എന്റെ കർത്താവേ, നിന്റെ വലിമയെ ആഘോഷിക്കുന്ന മേലുള്ള സൈന്യങ്ങളുടെ ഭയങ്കര അട്ടഹാസത്തെ ഈ സമയത്ത് ആത്മചെവികൾ കൊണ്ട് കേൾപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. ഞാൻ മാലാഖമാരുടെ സ്തുതിപ്പിനെ കേൾക്കാൻ എനിക്ക് കൃപ തരണമേ എന്നാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. യാക്കോബക്കാർ കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? ഞായറാഴ്ച സുത്താറായുടെ രഹസ്യ പ്രാർത്ഥന നോക്കിയാൽ മതി. ഇത് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള, അല്ലാതെ ദേറാക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള നിത്യപ്രാർത്ഥനക്കകത്ത. ഇത് ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥനകളെല്ലാം തിയോളജിക്കലി കറക്റ്റാണ്, തിയോളജിക്കലി സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കേണ്ടത്. അയ്യോ അപ്പൊ എഴുതി വെച്ച പ്രാർത്ഥന എങ്ങനെയാ പാസ്റ്ററെ നമ്മൾ പ്രാർത്ഥിച്ചു? എഴുതി വെച്ച് ഇപ്പൊ പാട്ട് എഴുതി വെച്ചത് പാടാം, കുഴപ്പമില്ല. എഴുതി വെച്ച പാട്ട് പാടാം, എഴുതി വെച്ച ബൈബിൾ നമുക്ക് വായിക്കാം. ബൈബിളിനകത്ത് പ്രാർത്ഥനകളുണ്ട്. എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമേ പ്രാർത്ഥിക്കൂ. അതാണ് കൃത്യമായ പ്രാർത്ഥന. യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു? നിങ്ങൾ മത്തായിയുടെ സുവിശേഷം വായിച്ചു അവിടെ പറഞ്ഞു, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് മാത്രമല്ല, യേശുക്രിസ്തു സംസാരിച്ചത് മാത്രമല്ല, യേശുവിന്റെ മുഴുവൻ കാര്യങ്ങളും എഴുതപ്പെട്ട പോലെയായിരുന്നു. ജീവിതം പോലും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു എന്നാ പറഞ്ഞത്. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ വരുന്നു. എന്താ എഴുതപ്പെട്ടാലുള്ള കുഴപ്പം? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. കർത്താവ് നോക്കുക, നിങ്ങൾ 4-ാം അധ്യായത്തിൽ പിശാചിനോട് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, മുഴുവൻ എഴുതിയിരിക്കുന്നുവല്ലോ. എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകേണ്ടതിന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. അവസാനം കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ 22-ാം സങ്കീർത്തനം പ്രേ ചെയ്യാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. നിങ്ങൾക്കറിയാം, 22-ാം സങ്കീർത്തനം ചാൻഡ് ചെയ്യാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 നിങ്ങൾ നോക്കൂ. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും അവർക്ക് വിവരിച്ചു കൊടുത്തു. മോശയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥിയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകങ്ങൾ. പെന്റാറ്റ്യൂക്ക് ആണ് തനക്ക് എന്ന് പറയും, തനക്ക്. പിന്നെയുള്ളത് നബീമാണ്. നബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചക പുസ്തകങ്ങളാണ്. പിന്നെയുള്ള കെത്തൂബീമാണ്. കെത്തൂബീം എന്ന് പറഞ്ഞാൽ എഴുത്തുകളാണ്, സങ്കീർത്തനങ്ങൾ. അങ്ങനെ യഹൂദന്റെ തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ 3 സെക്ഷനാണ്. തനക്ക്, നബീം, കെത്തൂബീം. തനക്ക്, നബീം, കെത്തൂബീം. ഇതിന്റെ 3ന്റെ ആദ്യത്തെ അക്ഷരം തനക്ക്. അതാണ് തനക്കെന്ന് പറയുന്നത്. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റിനെ തനക്കെന്ന് പറയും. തനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 അക്ഷരങ്ങൾ എടുക്കുന്നതാണ്. ഈ എന്ന് പറഞ്ഞാൽ തോറ, നബീം, കെത്തൂബീം. സോറി, ആദ്യത്തെ 5 പുസ്തകങ്ങൾക്ക് തോറ എന്ന് പറയുന്നത്. ഞാൻ തനക്കെന്ന് പറഞ്ഞ തോറ. അപ്പൊ തോറ 5 പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ പെന്റാറ്റ്യൂക്കിനെ തോറ എന്നാ പറയുന്നത്. ഈ തോറ മാത്രമാണ് സദൂക്യർ അംഗീകരിച്ചിരുന്നത്. സദൂക്യർക്ക് നബീമും കെത്തൂബീമും വലിയ വിഷയമല്ലായിരുന്നു. തോറ മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളായിരുന്നു. അപ്പൊ തോറായും
നെബീമും കെത്തുബീമും ചേരുമ്പോൾ, മൂന്നും കൂടെ ചേരുമ്പോൾ അതിനെ തനക്ക് എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കും. തനക്ക്. ഈ തനക്കിൽ നിന്ന് യേശു ഉദ്ധരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൂക്കോസ് 24 യേശു നടന്നു പോകുമ്പോൾ പറയാണ് ഈ മൂന്നിനകത്തും തന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു അപാകതയുമില്ല. അത് തന്നെയല്ല, അതാണ് ഏറ്റവും കൃത്യം. ഇങ്ങനത്തെ യേശു അപ്പച്ച എന്നൊക്കെ വിളിക്കുന്ന അബദ്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം പ്രാർത്ഥനകൾ, ഡിഫറെന്റ് പ്രേയേഴ്സ് ഉണ്ട്. ആ പ്രേയറുകൾ നിങ്ങൾ നോക്കണം. അതിൻ്റെ എത്രയോ ഡിഫറെന്റ് ഡിമെൻഷനിലാണ് ആ പ്രാർത്ഥനകൾ കയറി പോകുന്നത്. അപ്പം നിങ്ങൾ നിശ്ചയമായിട്ടും ഒരു ബുക്ക് മേടിക്കണം. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കിട്ടുമായിരിക്കും. എനിക്കറിയത്തില്ല കിട്ടുമെന്ന്, കാരണം എൻ്റെ ഹാർഡ് കോപ്പി ബുക്കുകളായിരിക്കുന്നത്. പ്രുമിയോനുകൾ നോക്കുക. ആ പ്രുമിയോനുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ആഴത്തിലുള്ള ദൈവശാസ്ത്രമാണ്, എത്രമാത്രം അവർ ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പം ഈ തെറ്റായ ആശയം എവിടെ നിന്നാണ് വന്നത്? കാരണം യാതൊരു പരിശീലനവും ഇല്ലാത്തവർക്ക് മതപ്രബോധനം നടത്തുവാനുള്ള അവസരം ഇപ്പൊ ഇന്നിപ്പോ ഒരുത്തർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നാളെ അവൻ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ഉപദേശിയാണ്, ടീച്ചറാണ്. അങ്ങനെ ഒരു സംവിധാനം. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രാർത്ഥിക്കുക. അത് തെറ്റായ കാര്യമാണ്. ഇത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മറ്റത് തെറ്റാന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിനെ സാധൂകരിക്കുവാൻ ഒരു രേഖയിൽ അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ എഴുതി വെച്ചുള്ള പ്രാർത്ഥനകൾ, എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളിലൂടെ പോകുമ്പോൾ യാതൊരു തരത്തിലുള്ള ആത്മീക കുറവും ഉണ്ടാകുന്നില്ല. മറിച്ച് എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഹൃദയം അർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ വരികളിലൂടെ സഞ്ചരിക്കണം. അപ്പം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ആവർത്തന വിരസവും തെറ്റുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് സങ്കീർത്തനങ്ങളൊന്നും വായിക്കാൻ പറ്റത്തില്ല. എല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഉണ്ട്, എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ പിന്നെ അതുപോലെ പറഞ്ഞത്, യഹൂദന്മാർ ഈ പ്രാർത്ഥിക്കുമ്പോൾ 3 blessings of praise, ആദ്യത്തെ 3 പ്രാർത്ഥന അവരുടെ സ്തുതിയുടേതായിരുന്നു. അവസാനത്തെ 3 പ്രാർത്ഥന നന്ദിയുടേതായിരുന്നു, സ്തോത്രത്തിൻ്റെതായിരുന്നു. ആദ്യത്തെ 3 പ്രാർത്ഥന സ്തുതിയും അവസാനത്തെ 3 പ്രാർത്ഥന സ്തോത്രവുമായിരുന്നു. ഇടയ്ക്കത്തെ പ്രാർത്ഥന എല്ലാം പെറ്റീഷൻസ്, എന്ന് പറഞ്ഞാൽ അപേക്ഷകളാണ്. ഈ അപേക്ഷകൾ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ സ്തുതിയും സ്തോത്രവും മാറുന്നില്ല. സ്തുതിക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. സ്തുതി എങ്ങനെയാ മാറ്റുന്നത്? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ ശുഭഹോല പോലെ റൂഹൽ റൂഹോ കാദീശോ എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അത് മാറ്റത്തില്ല. അത് അപ്പൊ തന്നെ പ്രതിവചനം പറഞ്ഞ മെനോലം വാദാമനോല മോൽ മീനാമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ ഇന്നും എന്നേക്കും അങ്ങനെ തന്നെ ആകുന്നു, ആമേൻ. യാതൊരു മാറ്റവും ഇല്ല. എന്നാ ഇത് തുടങ്ങിയത്? നൗ ആൻഡ് ഫോർ എവർ ആൻഡ് എവർ മോർ, ആമേൻ എന്ന് പറഞ്ഞാൽ ഇനി ആദ്യം മുതൽ ഇന്നും എന്നേക്കും എന്നും എന്നേക്കും അങ്ങനെ തന്നെ. എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ്, ഒരു മാറ്റവും ഇല്ല. കാരണം ഇത് ആദ്യം മുതൽ ആ സ്തുതിപ്പാണ്. ഇത് മാലാഖമാരുടെ സ്തുതിപ്പാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ യേശയ്യാവ് കണ്ടപ്പോ എങ്ങനെയാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 3 പ്രാവശ്യമാണ് സ്തുതിക്കുന്നത്. എല്ലാ യൂണിറ്റേറിയൻ വാദങ്ങളും അവിടെ തകരുകയാണ്. കാരണം വർഷിപ്പ് ട്രിനിറ്റേറിയനാണ്. യേശയ്യാവിന് വെളിപ്പെട്ട വർഷിപ്പും 3 പ്രാവശ്യമാണ് സ്തുതിക്കുന്നത്. ഇപ്പൊ പ്രൈസ് പോകുന്ന ട്രിനിറ്റിക്കാണ്. അതുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അപ്പൊ അത് ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ, അതിന് മാറ്റമില്ല. അപ്പൊ അത് ഈ പറയുന്ന പോലെ സ്പോണ്ടേനിയസ് പ്രയർ ഓരോ ആഴ്ചയിൽ ഓരോരുത്തരും ഓരോ തോന്നിയാസം വിളിച്ചു പറയാനല്ല. അത് ചർച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചർച്ചിന്റെ സ്തുതിപ്പാണ്. അത് നൂറ്റാണ്ടുകളിലൂടെ ആളുകൾ സ്തുതിച്ചു പോരുന്നതാണ്. അപ്പൊ നമ്മൾ ആ സെയിം സ്തുതിക്കുമ്പം നമ്മൾ ആത്മമണ്ഡലത്തിൽ കണക്ട് ചെയ്യപ്പെടുന്നത് ഈ 2000 വർഷം ആ ഭൂമി മുഴുവനിലും പല സ്ഥലങ്ങളിലും ഇതേ സ്തുതിച്ച സകല വിശുദ്ധന്മാരുടെയും സ്തുതിപ്പുകളോട് ചേർന്ന് ഈ സ്തുതിപ്പ് പോവുകയാണ്. ടുഗദർ ഇറ്റ് മേക്സ് എ ബിഗ് ഗാർലാൻഡ് ഫോർ ഗോഡ്. ദൈവത്തിന് സ്തുതിപ്പിന്റെ വലിയൊരു ഹാരമാക്കി ഇത് ഉയർത്തുകയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സ്തുതിപ്പിന് മാറ്റമില്ല. പ്രയറുകൾക്ക് മാറ്റമുണ്ട്, പെറ്റീഷൻസ് മാറാം.
ചില ആളുകൾക്ക് വിചാരമുണ്ട് ഇപ്പോൾ ഓരോ ആഴ്ചയിലും ഈ കുർബാനയ്ക്ക് പോയി കഴിയുമ്പോൾ എല്ലാം സെയിം കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാത്തതുകൊണ്ടാണ്. അത് പ്രയറുകൾക്കെല്ലാം മാറ്റമുണ്ട്. സെതറ വായിക്കുന്ന മാറുന്നുണ്ട്, ഏവങ്കേലും വായിക്കുന്ന മാറുന്നുണ്ട്, പ്രുമിയോ വായിക്കുന്ന മാറുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഈ സ്തുതിപ്പ് സെയിം ആയതുകൊണ്ട് ബാക്കിയെല്ലാം സെയിം ആയിരിക്കും എന്ന് ഓർത്ത് പിന്നെ മറ്റു പല കാര്യങ്ങളും ഓർത്തോണ്ടിരിക്കുക. പണ്ട് ഏബ്രഹാം മർത്തോമയുടെ കാലത്ത് മാറാൻ വേണ്ടി വലിയ ഉണർവുണ്ടായി, വലിയ പ്രസംഗം നടക്കുമ്പോൾ ഒരു അമ്മച്ചി രാവിലെ കൺവെൻഷന് പോകാൻ നേരത്ത് മീൻ മേടിച്ച് വെച്ചേച്ച് പെട്ടെന്ന് വെട്ടാൻ നേരമില്ലായിരുന്നു. കൺവെൻഷന് പോയി മാരാമൻ മണപ്പുറത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തല വെട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴും ഇന്റർവെൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏബ്രഹാം മർത്തോമ വിളിച്ച് ചോദിച്ചു അമ്മച്ചിയോട്, അമ്മച്ചി എന്താണ് ഈ തല വെട്ടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി പറഞ്ഞു, അതല്ല അത് ഞാൻ ആലോചിക്കുന്നത് ആ മീന് ഉറിയയിലാണോ ചട്ടിയിലാണോ, കാരണം അത് ഉറിയ വെച്ചില്ല പൂച്ച കൊണ്ടു, അത് ഉറിയ വെച്ചോ. അപ്പൊ ഇങ്ങനെ ഓർത്തത് ഈ പുള്ളിക്കാരത്തി ഈ പ്രസംഗമൊക്കെ കേട്ട് എന്തോ ചിന്തിക്കാന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഇതെല്ലാം അറ്റൻഷൻ കൊടുക്കുക. പിന്നെ പെന്റക്കോസ്റ്റ് സഭകളിൽ പോകുന്ന ആളുകൾ, ഞാൻ രണ്ടു കൂട്ടർക്കും അഡ്വൈസ് പറയുന്നത്, പെന്റക്കോസ്റ്റ് സഭകളിൽ പോകുന്ന ആളുകൾ നിങ്ങൾ ദയവ് ചെയ്ത് പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാറില്ല. കാരണം എനിക്കറിയാം പ്രാർത്ഥന ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഇപ്പൊ ഇന്ന നമ്മുടെ ജോർജ് കുട്ടി ചായം പ്രാർത്ഥിക്കുന്നു. ജോർജ് കുട്ടി ചായ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ആർക്കറിയാം. ഏതാണ്ടൊക്കെയെന്ന് പിറുപിറുക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വ്യക്തമായി കേൾക്കാത്ത ഒരു പ്രാർത്ഥനയ്ക്ക് ഇന്ന് വരെ ആമയെ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. നിങ്ങളും പറയരുത്. ചിലപ്പോൾ നിങ്ങൾ തട്ടിപ്പോകാനായിരിക്കും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്ത് വരുന്ന ആമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളുണ്ട്, ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അയാൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് ആരെയും കേൾപ്പിക്കത്തില്ല എന്നുള്ള ശപഥം ചെയ്തിരിക്കുന്ന പോലെ കടന്ന് വേളം ഉണ്ടാക്കും. അതെല്ലാം അലങ്കോലത്തിന്റെ ആത്മാവാ. അപ്പൊ അച്ചടക്കത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ക്രമം കെട്ട് നടക്കുന്നവരുടെ അകന്നുകൊള്ളുവിൻ എന്നാണ് തിരുവെഴുത്ത് പറയും. ഇത് യാതൊരു ചുമ്മാ അങ്ങ് ബഹളം. ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ ഇരുന്ന് കാറുകയോ കൂവോ എന്തൊക്കെയോ ബഹളം വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഹൂദന്മാരുടെ ആ പ്രാർത്ഥനാ രീതികളിൽ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും വളരെ ചിട്ടയായിട്ടും എഴുതപ്പെട്ട പ്രാർത്ഥനകൾ കൃത്യമായി അവർ ദൈവത്തിന് ഓഫർ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ജൂവിഷ് ട്രഡിഷൻ. ആ ജൂവിഷ് ട്രഡിഷനിൽ നിന്നുണ്ടായ ചർച്ചില്, ഇപ്പം ഓർത്തഡോക്സ് ചർച്ചിനെ നോക്കിക്കഴിഞ്ഞാൽ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ടായത് ആ ജൂവിഷ് ട്രഡിഷനിൽ നിന്നാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകളെല്ലാം ഈ പ്രാർത്ഥനകൾ എല്ലാം അവർ ഇപ്പൊ സൊഹാർ വായിക്കുമ്പോൾ അതിനകത്ത് ഈ പ്രാർത്ഥനകളെല്ലാം നിന്നുകൊണ്ട് വായിക്കണം. ടെഫീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകര് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ പാരമ്പര്യമാണ് ഈ സുറിയാനി സഭകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ പലപ്പോഴും സുറിയാനിക്കാർ തന്നെ ഓർക്കും, അത് എന്തിനാണ് നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള ജൂവിഷ് പാരമ്പര്യമാണ്. ഇത് ജൂവിഷ് പാരമ്പര്യത്തിൽ നിന്ന് ഏർലി ചർച്ച് ജൂവിഷ് പാരമ്പര്യത്തിലാണ് ഉണ്ടായത്. ഇപ്പൊ ഏർലി ചർച്ചിന്റെ പാരമ്പര്യം അതേപടി പോരുന്ന ചർച്ച ആയതുകൊണ്ടാണ് അതിപ്പോഴും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പനയുണ്ട്, അത് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ചുങ്കക്കാരനും പരീശനൊക്കെ പ്രാർത്ഥിക്കുന്നത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സക്കായി കർത്താവിനോട് നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതൊരു പ്രയറാണ്. പ്രയറുകൾ എപ്പോഴും നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ടെഫീല നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ ആ പാരമ്പര്യത്തിൽ നിന്ന് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ കൃത്യമായി അർപ്പിക്കുന്ന യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ആദിമസഭയിൽ പ്രാർത്ഥനകൾ ഉണ്ടായി വന്നത്. അത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനകൾ കമ്പൈൽ ചെയ്യപ്പെട്ടു വന്നതാണ്. അങ്ങനെയാണ് ഈ തക്സാകളും മറ്റ് പ്രാർത്ഥനാക്രമങ്ങളും ബ്രുമിയോനുകളും സെതറാകളും എല്ലാം ഉണ്ടായത്. പിന്നീട് സഭയുടെ കവികൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. സഭയിൽ ധാരാളം കവികൾ, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, സുറിയാനി പാരമ്പര്യത്തിൽ തിയോളജിയന്മാരെല്ലാം തന്നെ കവികളായിരുന്നു. പോയറ്റിക് തിയോളജിയൻസ് ആയിരുന്നു. സുറിയാനിയിൽ ആദിമസഭയിൽ 3 ഭാഷാ പാരമ്പര്യമുള്ളത്. അതിനകത്ത് ഒന്ന് ഗ്രീക്ക് പാരമ്പര്യം, വേറൊന്ന് ലത്തീൻ പാരമ്പര്യം, വേറൊന്ന് സുറിയാനി പാരമ്പര്യം. അപ്പൊ ഗ്രീക്ക് പാരമ്പര്യത്തിൽ കൂടുതലും ഫിലോസഫേഴ്സായിരുന്നു, ഫിലോസഫി. അപ്പൊ അവർ ഫിലോസഫിക്കൽ തിയോളജിയാണ്, തത്വചിന്താപരമായ ദൈവശാസ്ത്രമാണ് ഫിലോസഫിക്കൽ തിയോളജി. ലാറ്റിൻ പാരമ്പര്യത്തിൽ മുഴുവൻ നിയമാധിഷ്ഠിതമായ തിയോളജിയാണ്. നിയമമാണ് അവർ, നിയമാധിഷ്ഠിതമായിട്ടാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സുറിയാനി തിയോളജിയൻസ് കൂടുതലും കവികളായിരുന്നു. അപ്പോൾ കാവ്യാത്മക ദൈവശാസ്ത്രമാണ്. എല്ലാം പാട്ടുകളിലൂടെ എഴുതപ്പെട്ടു. മാർ അപ്രയം
മാർ എഫ്രൈം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്നാണ് അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം, ഹാർപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്. അദ്ദേഹത്തിൻ്റെയൊക്കെ കവിതകളുണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഈ പ്രയറുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ സുറിയാനിക്കാർ കേൾക്കാത്ത ലക്ഷക്കണക്കിന് വരികൾ. മാർ എഫ്രൈമിൻ്റെ കവിതകളിൽ ഏകദേശം 30 ലക്ഷത്തോളം വരികൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. 30 ലക്ഷത്തോളം. 30 ലക്ഷം വരിയൊന്നും ഇവിടെ സുറിയാനിക്കാരൊന്നും കേട്ടിട്ടൊന്നുമില്ല. മാർ എഫ്രൈമിൻ്റെ പാട്ടുകളെല്ലാം കൂടെ സുറിയാനിക്കാരുടെ ആരാധനയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1000 വരി വല്ലതും അങ്ങേയറ്റം കാണും. അത്രയേ ഉള്ളൂ. 30 ലക്ഷത്തോളം വരികൾ താൻ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു റിച്ച് ട്രഡീഷനാണ്. ആ ട്രഡീഷനിൽ നിന്നാണ് ഈ പ്രാർത്ഥനകളെല്ലാം വരുന്നത്. ആ ട്രഡീഷനുള്ളവരാണ് അങ്ങനെ പ്രാർത്ഥിക്കും. പിന്നെ കോഴിയെ വെട്ടി, കരിങ്കോഴിയെ വെട്ടി മലഞ്ചാത്തിന് കുരുതി നടത്തി ഹൂയെ ഹൂയെ എന്ന് തുള്ളിക്കൊണ്ടിരുന്ന ആളുകൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വന്നു കഴിയുമ്പോഴേക്കും അവരുടെ ട്രഡീഷൻ അനുസരിച്ചുള്ള പ്രാർത്ഥനയായിരിക്കും അവർ സംഘടിപ്പിക്കുന്നത്. അപ്പം അത് കുഴപ്പമില്ല. അവനവൻ്റെ ട്രഡീഷനിൽ അവനവൻ പ്രാർത്ഥന ഉണ്ടാകും. പക്ഷെ വേറൊരു ട്രഡീഷനെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവായ യേശു ജഡപ്രകാരം വന്നത് യഹൂദനായിട്ട് വന്ന അതിൻ്റെ യഹൂദന്മാരുടെ പാരമ്പര്യത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അപ്പം നമ്മൾ അവരുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ കൃത്യമായി ഓഫർ ചെയ്യുന്ന ഒരു പതിവാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ ക്ഷേമ പ്രയർ ആണെങ്കിലും, അവരുടെ ഷക്കാരിറ്റ് ആണെങ്കിലും, മിന്ന ആണെങ്കിലും, ആർബിത്ത് ആണെങ്കിലും, മുസാഫ് ആണെങ്കിലും, അവരുടെ എല്ലാ തെഫീലായും ആമീദായും അവരുടെ ഹൊദാവത്തും ഷഹാമിമും ബക്കാഷോത്തും എല്ലാം അവർ നിന്നുകൊണ്ട് കൃത്യമായി എഴുതപ്പെട്ട പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു എന്ന തരത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇത്. സാധാരണയായി പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പാപികളാണ്, തെറ്റാണ്. അത് വളരെ അറിവില്ലായ്മയിൽ നിന്നാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ റിച്ച് ഹെറിറ്റേജ്, എ റിച്ച് ട്രഡിഷൻ. അപ്പം അതുകൊണ്ട് ആ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരും അങ്ങനെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥന കേൾക്കാനും അതിൽ പങ്കെടുക്കാനും അവസരം കിട്ടുന്നവർക്കും അത് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എഴുതപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതൊരു ഒട്ടും നാണിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ താഴ്ത്തിപ്പിടിക്കേണ്ട കാര്യമോ അല്ല. അത് ഇവര് പറഞ്ഞങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ്. സത്യത്തിൽ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഇല്ലാത്തവരാണ് ലജ്ജിക്കേണ്ടത്. കാരണം നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും തോന്നിയാസങ്ങളുമാണ് പ്രാർത്ഥന എന്ന പേരിൽ അർപ്പിക്കുന്നത്. ഈ സ്തോത്രമെല്ലാം അനാവശ്യ സ്ഥലത്ത് ചേർത്ത് തിരികെ കയറ്റി വ്യഭിചാരിയായ കർത്താവേ എന്ന് ഞങ്ങളുടെ സഭയിൽ ഒരാൾ പ്രാർത്ഥിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടോണ്ടിരുന്ന, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് നാമേം പറയത്തില്ല. എനിക്ക് പണ്ട് തൊട്ടേ പുച്ഛമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധാപൂർവ്വമേ പ്രാർത്ഥിക്കത്തുള്ളൂ. ചുമ്മാതെ അത് ഇതെല്ലാം കൂടെ പറഞ്ഞ്. കാരണം അതിനെങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാനും ഇടപെട്ടോണ്ടത്. പിന്നെ ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായി. കർത്താവ് എപ്പോഴും എന്നെ ശാസിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്ന എൻ്റെ തെറ്റുകളെ കർത്താവ് എനിക്ക് ബോധ്യം വരുത്തും. അബദ്ധം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് കർത്താവ് എന്തോ ആഴെ നീ പ്രാർത്ഥിച്ചേ, നീ എന്തോ അത് ചെയ്തേ. അപ്പം എനിക്ക് അബദ്ധം മനസ്സിലാവും. കാരണം നമ്മൾ ചിന്തിക്കണം, കർത്താവിൽ നിന്ന് കേൾക്കാൻ സമയം ചെലവഴിക്കണം. എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആ പ്രാർത്ഥന. അപ്പം വ്യഭിചാരിയായ കർത്താവെന്ന് സത്യമായിട്ട് ഞങ്ങളുടെ സഭയിൽ ഒരാൾ പ്രാർത്ഥിച്ച. കാരണം ഈ പുള്ളിക്ക് ഈ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് വീരമല്ല കർത്താവെ എന്ന് വരുന്ന ഒരു അസ്കിതയുള്ള ആളായിരുന്നു. അപ്പോൾ ഒരു വ്യഭിചാരിയായ ആൾക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ സമയത്ത് ഈ വ്യഭിചാരിയായ, അപ്പം അതിനിടയ്ക്ക് ഈ പുള്ളിയുടെ ഈ ടൈംലി സാധനം വന്ന് വീണു. ഒരു സർട്ടൺ ഇന്റർവെല്ലിൽ വന്ന് വീഴുന്ന ഒരു സംഗതി ഈ കർത്താവേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഇതങ്ങ് വന്ന് വീണു. വ്യഭിചാരിയായ ഇത് പറയാൻ വന്ന വ്യഭിചാരിയായ വ്യക്തിയെ ക്ഷമിച്ച കർത്താവേ എന്നാ പറയാൻ വന്നത്. വ്യഭിചാരിയായ കർത്താവ് എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പിന്നെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം നേരെ നിന്ന് തത്തം കുത്തം എന്നോട് തർക്കിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഇവനൊക്കെ പ്രാർത്ഥിക്കുന്നിടത്ത് പോയി റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് തിരിച്ച് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ അവഗണിക്കാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഉള്ളത് തന്നെയാണ് നല്ലത്. എഴുതപ്പെട്ട പ്രാർത്ഥനകൾ, അതും 3-4 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാർ,
പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ട് മുതലുള്ള പ്രാർത്ഥനകളുടെ പാരമ്പര്യങ്ങൾ, അവയെല്ലാം അതിൻ്റെ ആത്മാവിനെ സ്വാംശീകരിച്ച് രൂപപ്പെട്ട പ്രാർത്ഥനകൾ. ഈവൻ അപ്പോസ്തലന്മാരുടെ ചുണ്ടുകളിൽ നിന്ന് അട്ടർ ചെയ്ത പ്രയറുകൾ പോലും സഭ ഒപ്പിയെടുത്തിട്ടുണ്ട്. അന്നിങ്ങനെ കാത്തിരിക്കുകയാണ് അവർ. വായിൽ നിന്ന് വീഴുന്ന ഓരോന്നും അവരിങ്ങനെ ഈ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പിയെടുത്ത് ആ ചർച്ച അതിനെ സ്വാംശീകരിച്ച് അതിനെ ഒരു പാരമ്പര്യമായി നെഞ്ചേറ്റി അതിനെ തലമുറകൾക്ക് കൈമാറി, ആ കൈമാറി വന്നതിൽ നിന്ന് രൂപപ്പെട്ട പ്രാർത്ഥനകൾ അക്ഷരരൂപം പ്രാപിച്ചു. അങ്ങനെ അക്ഷരരൂപം പ്രാപിച്ച പ്രാർത്ഥനകൾ നമുക്ക് ഇങ്ങനെ ഈ ലിഖിത രൂപത്തിൽ കിട്ടിയിരിക്കുന്ന ആ പ്രാർത്ഥനകൾ വളരെ പ്രഷ്യസ് ആണ്. ഇപ്പം ഞാൻ തന്നെ എത്രയോ പ്രാർത്ഥനകളാണ്. ഇതിന് നിങ്ങൾ നോക്കണം, ഈ പ്രാർത്ഥനകൾ വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് താഴെ വെക്കാൻ തോന്നത്തില്ല. അത്രമാത്രം ശ്രേഷ്ഠമായ പ്രാർത്ഥനകളും ഗീതങ്ങളുമാണ്. മാറ അപ്രേമൊക്കെ പാടി വെച്ചിരിക്കുന്ന യേശുവിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞ് ഈ പെന്തക്കോസ്ത് വാഴ്ത്തപ്പെട്ടൊരു രക്തം അതൊക്കെ എന്ന് പറഞ്ഞാൽ, അപ്പം ഈ ഓർത്തഡോക്സുകാരൊക്കെ അതൊക്കെ എന്തോ വലിയ കാരണം അത് അവർക്കൊന്നും കേട്ടിട്ടേ ഇല്ല. മാറപ്രേമിന്റെ മിമ്രായിലെ ഒരു ഭാഗം എങ്ങനെയാണ്: രാവിലുറങ്ങുമ്പോൾ അരികിൽ കാവലെനിക്കായി തിരുരക്തം, നിന്നുടെ രൂപത്തിനു സദാ നീ വിടുതൽ തന്നീടണമേ. ഇപ്പൊ ഞാൻ രാവിൽ ഉറങ്ങുമ്പോൾ നിന്റെ രക്തം എനിക്ക് കാവലാണ്, നിന്നുടെ രൂപത്തിനു സദാ നീ വിടുതൽ തന്നീടണമേ. നിൻ കൈമനഞ്ഞോരെന്നുടലിൽ നിന്റെ വലങ്കൈ ആകണമേ, നിൻ കൃപ ചുറ്റും കോട്ടയുമായി കാവലതായും തീരണമേ. ഇതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഒരു തിയോളജിയുമില്ല. ഞാൻ ഈ പ്രാർത്ഥനകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒരു ദൈവശാസ്ത്രവുമില്ല, ഒരു ദൈവശാസ്ത്രവും. പിന്നെ ഈ പ്രൊമിയോനുകൾ, അതുപോലെ സെതറാകളും പ്രൊമിയോനുകളും, അത് നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. ഇപ്പം ചില നീറ്റുമരുന്ന് പോലെയാണ്. നീറ്റുമരുന്ന് ഇപ്പം നമ്മളിപ്പോൾ 10 മില്ലി വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി അതിനകത്ത് ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാം. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് മരുന്ന് 2 തുള്ളി ഒഴിച്ചു, തുള്ളി മരുന്ന്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ. എന്ന് പറഞ്ഞാൽ എസൻസ്, ഈ ദൈവശാസ്ത്രത്തിന്റെ എല്ലാം എസൻസ് ഈ പ്രൊമിയോനകത്തുണ്ട്. ഈ പ്രൊമിയോനകത്ത് നിന്ന് 2 വരി എടുത്തിട്ട് അങ്ങ് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിച്ച് മീലാകുക. അതുപോലെ അത് വെറുതെ വായിച്ചു വിടാനുള്ളതല്ല. അതുകൊണ്ട് നിങ്ങളെ ഈ പ്രൊമിയോനുകൾ വായിക്കുമ്പോൾ അതിനകത്തൂടെ മുഴുകണം. അത് വെറുതെ വായിച്ചാൽ പോലെ അതിനകത്ത് നിന്ന് ഓരോ 4 വരി എടുത്തു കഴിഞ്ഞാൽ ഒരു 1 അവർ മെസ്സേജ് പറയാൻ മാത്രമുണ്ട്. 1 അവർ. അപ്പം അതുപോലെ റിച്ചാണ്. ഇപ്പം ഞാൻ അതിലൂടെ എല്ലാം കടന്നു പറഞ്ഞത് ഇതിനകത്ത് ഇല്ലാത്ത ഒരു തിയോളജിയുമില്ല. എല്ലാ ദൈവശാസ്ത്രവും ഉണ്ട്. അതുപോലെ എല്ലാ ദൈവശാസ്ത്ര ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടെന്നുള്ളതാണ് അതിനേക്കാൾ രസം. എല്ലാ തരത്തിലും വരുന്ന കോൺഫ്ലിക്റ്റുകൾക്കും എല്ലാം ഉത്തരമുണ്ട്. ഭയങ്കരമാണ്. അപ്പം ഇത് നിങ്ങൾ വായിക്കാത്തവർക്ക് നഷ്ടം, വായിച്ചിട്ട് മനസ്സിലാക്കാത്തവർക്ക് കഷ്ടം എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുറിയാനി സഭക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുക. മൂല്യം എന്താണ്? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ തമിഴന്മാർ വരുമായിരുന്നു. ഈ ഞങ്ങളൊക്കെ അതിന് അണ്ണാച്ചി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എൻ്റെയൊക്കെ കുഞ്ഞിലെ. അപ്പം പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ കിടന്ന ഈ ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം, പിത്തള പാത്രങ്ങൾ, ഇതെല്ലാം എടുത്തിട്ട് അവർ നല്ല കളറുള്ള ചുവപ്പ്, നീല, മഞ്ഞ ബക്കറ്റ്, മഗ് ഒക്കെ ഈ പ്ലാസ്റ്റിക് ഇറങ്ങിയ സമയത്താണ്. ഭയങ്കര ഹരമായിരുന്നു. ഇപ്പം ഇവരെല്ലാം ബുധനാഴ്ചയാണ് വരുന്നത്. ഒരു മണിയൊക്കെ അടിക്കും. അപ്പം അണ്ണാച്ചിമാർ വരുന്നുണ്ടെന്ന് പറയുന്നു. 4-5 പേര് കാണും. ഇവരുടെ എല്ലാം തലയിലങ്ങ് ആകാശത്തോളം മുട്ടുന്ന പൊക്കത്തിൽ പ്ലാസ്റ്റിക് പാത്രം എല്ലാം ആയിട്ട് വന്ന് എല്ലാ വീട്ടിലും ഈ കളർ പാത്രം കൊടുത്തു. അവരുടെയൊക്കെ പത്താഴത്തിൻ്റെ കീഴിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ഓട്ടുപാത്രവും പിച്ചള പാത്രവും എല്ലാം പെറുക്കിക്കൊണ്ടുപോയി. ചുമ്മാ വേസ്റ്റ്. നല്ല കളറുള്ള ചുവപ്പ് ബക്കറ്റ്, നീല ബക്കറ്റ്, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സെയിം തിങ് ഹാസ് ഹാപ്പൻഡ് സ്പിരിച്വൽ, ആത്മീക തലത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അമേരിക്കയിൽ നിന്ന് കുക്കു സാഹിബും ബർഗൻ സാഹിബും ഒക്കെ പ്ലാസ്റ്റിക് പാത്രമായിട്ട് വന്ന്
കേരളത്തിൽ സുറിയാനിക്കാരുടെ ഓട്ടുരുളിയും പിത്തള പാത്രവും എല്ലാം എടുത്തോണ്ട് പോയി, എല്ലാം എടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റും പിടിച്ച് പെന്തക്കോസുകാരാക്കി മാറ്റി. ഞാനും മേടിച്ചു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു നല്ല പ്ലാസ്റ്റിക് നീല ബക്കറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓട്ടുരുളി പോയി. അപ്പം അത് ഓട്ടുരുളി പോകാത്ത ആളുകൾ അത് മനസ്സിലാക്കാൻ, ഞാനതൊക്കെ തമാശയായിട്ട് പറയുന്നതല്ല, ദുഃഖമുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഇപ്പം എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന പ്രാർത്ഥനകൾ, എത്രയോ റിച്ച് ട്രഡീഷൻ, ഹെറിറ്റേജ് നമുക്കുണ്ട്. അതുകൊണ്ട് എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ അതിശ്രേഷ്ഠമാണ്. അതിനകത്തൊരു തിയോളജിക്കൽ എററും ഇല്ല, ഒരു തിയോളജിക്കൽ എററും ഇല്ല. എല്ലാം ഒറ്റ നോട്ടത്തിൽ അറിവില്ലാത്ത ആളുകൾക്ക് അതെല്ലാം തെറ്റാണ്, അബദ്ധമാണ് എന്നെല്ലാം തോന്നും. അതുകൊണ്ട് തെറ്റും അബദ്ധവും ഒന്നുമല്ല, 2000 വർഷത്തെ പാരമ്പര്യമാണ്. ആദിമസഭയുടെ പ്രാർത്ഥനകൾ ഞാനിപ്പോഴും അതിനെപ്പറ്റി ധ്യാനിക്കും. ഈവൻ അപ്പോസ്തലന്മാരുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ പ്രാർത്ഥനകളെ പോലും ഒപ്പിയെടുത്ത് അതിൻ്റെ ആത്മാവിനെയും ചൈതന്യത്തെയും സ്വാംശീകരിച്ച് ആ പ്രാർത്ഥനകളെ അക്ഷര രൂപത്തിലാക്കി തലമുറകൾക്ക് വേണ്ടി കൈമാറി ആ പ്രാർത്ഥനകൾ ലിഖിത രൂപത്തിൽ നമ്മുടെ കൈകളിൽ കിട്ടിയിരിക്കുമ്പോൾ അതിനെ ഉരുവിടുന്നത് എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഭാഗ്യകരമാണ്. അപ്പം അതുകൊണ്ട് നഷ്ടപ്പെട്ടവരെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്. ഇപ്പം ട്രെയിനിൽ നിന്ന് വീണ് ഒരാളെന്നോട് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇത് പറയുന്നു? ട്രെയിനിൽ നിന്ന് വീണ് കാല് രണ്ടും പോയ ഒരാൾ ട്രെയിനിലിരിക്കുന്ന ഒരാൾ പറയാണ്, ആ വാതൊക്കെ വന്ന് നിൽക്കരുത്, നിങ്ങൾ ആ സീറ്റിലിരിക്കേ, കുഴപ്പമുണ്ടോ? ഇപ്പം ട്രെയിനിൽ നിന്ന് വീണ് കാല് രണ്ടും പോയ ആൾ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ തെണ്ടക്കിരിക്കുക. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾ ട്രെയിനിലിരിക്കുന്ന ഒരു കൊച്ചിനോട് പറയുകയാണ്, കൊച്ചേ ഡോറിൻ്റെ അരിക്ക് വരരുത്, 10-26 കൊല്ലം മുമ്പ് ഡോറിൻ്റെ സൈഡിൽ നിന്ന് ഒരുത്തനാണ് ഞാൻ, കാറ്റടിച്ച് ഞാൻ താഴെ വീണു, എൻ്റെ 2 കല്ല് പോയി, അമ്മാ കൊഞ്ചം കൊടയ്യാ, വല്ലതും തരണേ, ഏതാവത് കൊടുങ്കയ്യാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുക. അപ്പോൾ ഈ ട്രെയിനകത്തിരിക്കുന്നവർ ആരും പോകാതിരിക്കാൻ വേണ്ടി ഇത് പറയുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.